ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒന്ന് ചോക്ലേറ്റ് ഗണാഷ് ഉണ്ടാക്കുന്നത്. ചോക്ലേറ്റ് ഗണാഷ് മാത്രമല്ല, അത് വെച്ചിട്ട് അത് ഗണേഷ് ക്രീം ആക്കിയിട്ട് ആ ക്രീം ഉപയോഗിച്ചിട്ട് നമുക്ക് പൈപ്പിംഗ് ബാഗിലൊക്കെ ഇട്ടിട്ട് നോസിൽ വെച്ചിട്ട് അങ്ങനെ റോസറ്റ ഫ്ലവറൊക്കെ വരക്കാമെന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഡബിൾ ബോയിൽ മെത്തേഡിൽ 1 കപ്പ് ക്രീമാണ് ഇപ്പോൾ ചൂടാക്കാൻ വെച്ചിട്ടുള്ളത്. വിപ്പിംഗ് ക്രീം കേട്ടോ. ഓക്കെ, ക്രീം ഇതേമാതിരി ചൂടാക്കാനൊക്കെ വെക്കുന്ന സമയത്ത് തണുപ്പില്ലാത്ത ഒഴിക്കാൻ മാക്സിമം ശ്രമിക്കുക. ഇനിയിപ്പോൾ തണുപ്പാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് 1 കപ്പ് ഡാർക്ക് കോമ്പൗണ്ടാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് മിക്സാക്കിയതിന് ശേഷം ചൂടാവുന്നതിന് അനുസരിച്ച് ഉരുകി പോയിക്കോളൂ കേട്ടോ. ആ കട്ടൊക്കെ ഉടഞ്ഞ് രണ്ടും കൂടി നല്ല മിക്സായിട്ട് കറക്റ്റ് ഗണേഷായി മാറിക്കോളും. ഇപ്പോൾ തന്നെ കളർ ചേഞ്ചായി വരുന്നത് കണ്ടില്ലേ. ഓക്കെ, ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ റെഡി ആയിട്ടോ. കളറൊക്കെ ഫുള്ള് ചോക്ലേറ്റൊക്കെ ഉരുകി ക്രീമും ചോക്ലേറ്റും കൂടി മിക്സായി കളറൊക്കെ ചേഞ്ചായി റെഡി ആയിട്ടുണ്ട് കേട്ടോ. കട്ടൊന്നും ഇല്ലാതെ റെഡി ആയി എടുക്കാം കേട്ടോ. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പിന്നെ ചുമ്മാ ഇളക്കുന്നേ ഉള്ളൂ കേട്ടോ. 1-2 കട്ടയും കൊണ്ട് അടിയിൽ അതും കൂടി ഒന്ന് പോകണം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഓക്കെ, റെഡി ആയിട്ട് ഇനി എന്താ ചെയ്യുക, നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഇതൊന്ന് തണുപ്പിക്കാൻ വെക്കുക. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, പുറത്ത് വെച്ചാൽ തന്നെ മതി. അതിൻ്റെ ചൂടൊന്നാണ് പോയി കിട്ടണമെന്നുള്ളൂ. നമുക്ക് ഇത് ബീറ്റ് ചെയ്തെടുക്കണം, അതിനാണ്. അപ്പോൾ നോർമൽ ടെമ്പറേച്ചറിലായാൽ നമുക്ക് എന്ത് ചെയ്യുക, നോക്കിപ്പോൾ കണ്ടില്ല ഒന്ന് തിക്കായിട്ടുണ്ട്. അത് നമുക്ക് ബീറ്റർ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഇളക്കിയതിന് ശേഷം ബീറ്റർ ഓണാക്കി കൊടുത്താൽ മതി. ഇനി എന്ത് ചെയ്യുക, നമ്മൾ ക്രീമൊക്കെ ബീറ്റ് ചെയ്തെടുക്കില്ല, അതേപോലെ ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീമൊക്കെ ആയി വരുന്ന അതേ ലെവലിലായിട്ട് വരും കേട്ടോ, അതേ തിക്നെസ്സിൽ അതേ കറക്റ്റായിട്ട് വരും. അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീമൊക്കെ വെച്ചിട്ട് നമ്മൾ ഫ്ലവർ വരക്കണില്ല, അതേപോലെ തന്നെ ഇത് വെച്ചും ഫ്ലവറൊക്കെ വരക്കാൻ പറ്റും കേട്ടോ. കണ്ടില്ല, കറക്റ്റായിട്ട് പറ്റുന്നുണ്ട്. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യുക, പൈപ്പിംഗ് ബാഗിലൊക്കെ ഇട്ടിട്ട് ഇഷ്ടമുള്ള നോസിലൊക്കെ കൊടുത്തിട്ട് ഇത് വെച്ച് ഫ്ലവർ വരക്കാം. അപ്പോൾ ആ ഫ്ലവർ വരയ്ക്കുന്ന വീഡിയോസ് ഇതിൻ്റെ അടുത്ത് കട്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസും ഞാൻ വേറെ ഫോട്ടോസൊക്കെ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ഈ ഫ്ലവറൊക്കെ വരക്കട്ടെ. റോസറ്റ നോസിലോ പെറ്റൽ നോസിലോ ഏത് നോസിലോ വെച്ചിട്ട് നമുക്ക് ഫ്ലവർ വരക്കാൻ പറ്റും കേട്ടോ ഇതേപോലെ. അപ്പോൾ അതിനുള്ള ക്രീം ഉണ്ടാക്കൽ അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.